ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്നാണ് ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം ചേരുക. അധ്യക്ഷനായി ജെ.പി. നദ്ദയാണ് പങ്കെടുക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഇതിൽ ചർച്ചയാകുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയത്തിനുള്ളിൽ തന്നെ ജെ.പി. നദ്ദ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അവിടെ നിന്നും നേരെ അമൃതാനന്ദമയി മഠത്തിലേക്കാണ് പോവുക. അവിടെ അമൃതാനന്ദമയിയുടെ ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനു ശേഷം 11 മണിയോടുകൂടിയാണ് ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് ചേരുന്നത്. കാരണം പുതിയ സംസ്ഥാന സമിതി വന്നതിന് ശേഷം ഇതുവരെയായും യോഗം ചേർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമിതിക്ക് ഏറെ പ്രത്യേകതകൾ ഉള്ളത്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ സംസ്ഥാനത്തുണ്ടായ വിഷയങ്ങൾ കൃത്യമായി ചർച്ചയാവും. ഒപ്പം ബി.ജെ.പിക്ക് അകത്ത് നിലനിൽക്കുന്ന ചില പഠനപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സംസ്ഥാന സമിതിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്ത കാര്യത്തിലും ഒപ്പം ജില്ലാ നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത കാര്യത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് പൂർണ്ണമായും ഒഴിവാക്കി. എന്നാൽ ഈ വിഷയങ്ങളെ കുറിച്ച് വലിയ തരത്തിലുള്ള ഒരു ചർച്ച ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാകും. ജെ.പി. നദ്ദ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് എയിംസുമായി ബന്ധപ്പെട്ട തർക്കവും ചർച്ചകളുമാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ എയിംസ് വേണം എന്നുള്ളൊരാവശ്യം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് വേണ്ടി ഏറെ നാളായി കഴിഞ്ഞ സർക്കാർ, അതായത് ബി.ജെ.പി. സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് എയിംസ് എന്ന ഒരാവശ്യം. ഇതിനു വേണ്ടി എല്ലാ ബഡ്ജറ്റ് വരുമ്പോഴും പരസ്പരം അവകാശവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് ഇതുവരെയായും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എയിംസ് എന്നുള്ളതിന് ഒരു പ്രഖ്യാപനം പോലും വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ബി.ജെ.പിക്കകത്ത് ഇതൊരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള നേതാക്കന്മാരും ദേശീയ സംസ്ഥാന അധ്യക്ഷനും തിരുവനന്തപുരത്ത് വേണം, എയിംസ് വേണം, പാറശാലയിൽ വേണം എന്നൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ മറ്റു നേതാക്കന്മാർ കാസർഗോഡ് വേണം എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നു. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആകട്ടെ ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂർ, ഇവിടെ രണ്ടിടത്തുമില്ലെങ്കിൽ വേണ്ട എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ എയിംസിനെ ചൊല്ലിയുള്ള തർക്കവും മറ്റു വിഷയങ്ങളും ഒക്കെ വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ എന്തായാലും ഇന്ന് ജെ.പി. നദ്ദ ആരോഗ്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ ബി.ജെ.പി. നേതാക്കന്മാർക്കും ഉണ്ട്. കാരണം ഏറെ നാളായി കേരളം ആവശ്യപ്പെടുന്ന ഒന്നാണ് എയിംസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരുവനന്തപുരം കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ബി.ജെ.പിയിൽ ഒട്ടുമിക്ക നേതാക്കന്മാരും എയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചയായി എടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതേസമയം അമിത്ഷാ മുന്നോട്ട് വെക്കുന്ന മിഷൻ 2025, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് എന്നുള്ള ഒരു നിർദ്ദേശം, അത് 2 പ്രാവശ്യമായിട്ട് അമിത്ഷാ തന്നെ കേരളത്തിലെത്തി ബി.ജെ.പിക്ക് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്തെ എല്ലായിടത്തുനിന്നുമായി ബി.ജെ.പിക്ക് 25% വോട്ടുകൾ നേടിയെടുക്കണം. ഒപ്പം തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ ബി.ജെ.പി പിടിച്ചെടുക്കണം എന്നീ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പരമാവധി തദ്ദേശ ഭരണ സ്ഥാപനം, അതായത് 100 ഗ്രാമപഞ്ചായത്തുകളും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളുമാണ് ലക്ഷ്യമിടുന്നത്. 100 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു ടാർഗറ്റ് എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന നേതാക്കന്മാർക്ക് മുന്നിലേക്ക് കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമിത്ഷാ 2 പ്രാവശ്യം ചർച്ച നടത്തിയിരുന്നു. ഇന്ന് ജെ.പി. നദ്ദ പങ്കെടുക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കും. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 10 നിയമസഭാ സീറ്റുകളാണ്. ആ സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ളവരെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവര് ബന്ധപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഒക്കെയുള്ള നീക്കങ്ങളുമായി ബി.ജെ.പി. മുന്നോട്ട് പോകുമ്പോൾ നിയമസഭയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും തന്നെയാണ് മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എയിംസിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ചും മിഷൻ 2025, അതായത് 2025 കേരളത്തിൽ ബി.ജെ.പിക്ക് 25% വോട്ട് എന്നൊരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ കടന്നു കയറാം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഒപ്പം ഈ സമീപ ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറിയ ആഗോള അയ്യപ്പ സംഗമവും ബദലായി സംഘടിപ്പിച്ച ശബരിമല ക്ഷേത്ര സംരക്ഷണ സംഘവും ഇത് രണ്ടും വലിയ തരത്തിൽ ചർച്ചയാകും. കാരണം പന്തളത്ത് നടന്ന ശബരിമല ക്ഷേത്ര
സംരക്ഷണ സംഗമത്തിൽ വലിയ വിജയം കൈവരിക്കുവാൻ BJPക്ക് കഴിഞ്ഞു എന്നാണ് BJPയുടെ നിലപാട്. ഹൈന്ദവ സംഘടനകളാണ് സംഘടിപ്പിച്ചതെങ്കിലും അതിന് പിറകിൽ നിന്നത് BJP ആയിരുന്നു. ഇത്തരത്തിൽ ഈ ശബരിമല ക്ഷേത്ര സംഗമം പോലുള്ള പരിപാടികൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകളെ BJPയിലേക്ക് അടുപ്പിക്കുക, ഒപ്പം BJPക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ കണ്ടെത്തുക, അത് ഉറപ്പാക്കുക തുടങ്ങിയ നീക്കങ്ങളുടെ ഭാഗമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവും. ഇപ്പോൾ UDF കേരളത്തിലെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ്. വിശദീകരണ യോഗങ്ങൾ ഇന്ന് കോട്ടയം തിരുനക്കരമയാണ് തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ BJPയും അത്തരത്തിൽ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം, അതായത് വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൽ പരമാവധി വോട്ട് പിടിച്ചെടുക്കുക, ഭൂരിപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക, പരമാവധി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയെടുക്കുക. കാരണം മുനമ്പമൊക്കെ വലിയ തരത്തിൽ ചർച്ചയാക്കി വെച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ അതൊരു മന്ദഗതിയിലാണ്. ആ വിഷയങ്ങൾ എന്താണ് സംഭവിച്ചത് അത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ കേരളത്തിൽ നിലനിൽക്കുന്ന ഭരണപരമായ കാര്യങ്ങൾ, ഒപ്പം സാമൂഹ്യ പ്രശ്നങ്ങൾ, അതിനുപരിയായി ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. അരുണിമ. ശരി, BJP സംസ്ഥാന സമിതി യോഗം ഇന്നാണ് ചേരുക. ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പങ്കെടുക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയാകും. വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്.